ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെട്ടുകേക്കാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. വെട്ടുകേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് മൈദ, 3/4 കപ്പ് പഞ്ചസാര, 2 മുട്ട, 1 പിഞ്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 4 ഏലക്ക എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ നെയ്യ് വേണം. അത് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ. ഇനി നമുക്ക് ഈ മാവിലേക്ക് ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിന് മിക്സിയിലോട്ടിടാം. അതിലൂടെ നമുക്ക് ആ ഏലക്കായ ഇട്ടിടാം. അതാകുമ്പോൾ അതിൻ്റെ കൂടെ പൊടിഞ്ഞ് വരും. ഏലക്കായുടെ അരിയെടുത്ത് പഞ്ചസാരയോടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മുട്ടയോടെ ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം നല്ലപോലെ. മുട്ടയും പഞ്ചസാര ഏലക്കായും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ മാവിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അല്പം നനവ് കൂടുതലാണെങ്കിൽ 2 മുട്ട മതിയാവും. പക്ഷേ ചില സമയത്ത് 2 കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം മൈദയുടെ പൊടിയുടെ വിതറി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നല്ലവണ്ണം നമ്മൾ ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. കേക്കിനുള്ള മാവ് തയ്യാറാക്കി വെച്ചിട്ട് 2 മണിക്കൂറായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തറയിലെടുത്ത് നമുക്ക് ഈ കിച്ചൺ ടോപ്പിലിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് കിച്ചൺ ടോപ്പിലിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഒരു മോൾ ഭാഗം ഒന്ന് ഫ്ലാറ്റാക്കി എടുക്കണം. എന്നിട്ടൊന്ന് ഈ ഷേപ്പിൽ നമുക്കൊന്ന് ഒരേ സൈസ് വരത്തക്ക രീതിയിൽ നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഈ രീതിയിൽ പരത്തിയിട്ടിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് കട്ട് ചെയ്ത് പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്ത് ഒരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. മൊത്തം കട്ട് ചെയ്തൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റൗ കത്തിച്ചു, ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പം ഒരു മീഡിയം തീയിലായിട്ടിരിക്കുന്നത്. വലിയ തീയിലിടരുത്, കാരണം ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ചെറിയ തീയിൽ ഇത് വെന്ത് വരണം. അതുകൊണ്ട് നമുക്കിത് ഓരോന്ന് എണ്ണയിലിട്ടിടാം. ചെറിയ തീയിലേ ഇടാവൂ. പതുക്കെ കിടന്ന് വേട്ടെ. മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് അധികം മൂത്ത് പോകരുത്. മൂത്ത് പോയാൽ ഹാർഡായിപ്പോൾ. കുറച്ച് മൂത്ത് വരുന്നു, നല്ലപോലെ ചുവന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങിയെടുക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. വെട്ടുകേക്ക് റെഡി ആയിട്ടുണ്ട്.